ഹലോ, ഇന്ന് നമുക്ക് നമ്മുടെ തണ്ണിമത്തൻ മുറിച്ചെല്ലാം പെട്ടിയിലാക്കി വെക്കാം. അതാകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തിന്നാലോ. ഇവിടെ പുതിയ കട്ടിംഗ് ബോർഡിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ കട്ടിംഗ് ബോർഡിൻ്റെ ആവശ്യം അങ്ങനെ വന്നില്ല. എന്നാലും ഇതൊക്കെ ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ കട്ട് ചെയ്തു. ഇപ്പോൾ ഈ മഞ്ഞ തണ്ണിമത്തൻ വാങ്ങുന്നതിനൊക്കെ അത്യാവശ്യം നല്ല മധുരമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ എപ്പോഴും ഈ മഞ്ഞ തണ്ണിമത്തൻ മേടിക്കുന്നത്. ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 ഗുണങ്ങളുണ്ട്. ഇതെന്ന് വെച്ചാൽ തണ്ണിമത്തൻ വാങ്ങിക്കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ ഈ ഒരു പോഷൻ നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. പിന്നെ നമ്മുടെ ഈ തൊണ്ടൊക്കെ ഒന്ന് ചെത്തി കുഞ്ഞായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കുട്ടികൾക്കും കഴിക്കാം. പിന്നെ പുതിയൊരു ഐറ്റം ഈയിടെയായിട്ട് കണ്ടു, അതും ജസ്റ്റ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇങ്ങനെ ചെറുതായിട്ട് കുരുകുരാന്ന് അരിഞ്ഞെടുക്കുക. ഈ കുരുവൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. ഇതെല്ലാം തിന്ന് നമുക്ക് ഒരു ബാക്കിയുണ്ടാവും. നടാന്നേ. പിന്നെ നമ്മുടെ പാപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. പപ്പടവടെ പിന്നെ 2 ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ബിസ്ക്കറ്റും മിച്ചറും. ഇനി അടുത്തത് നമ്മുടെ ബെക്കാപ്പിയുടെ പാപ്പം പാത്രമാണ് നോക്കുന്നത്. ബെക്കാപ്പിയുടെ പാപ്പം പാത്രവും തീർന്നായി. ബെക്കാപ്പിക്ക് ഇച്ചിരി ഇഷ്ടം കൂടുതലുള്ളത് ഈ ഒരു ഫുഡാണ് കേട്ടോ. വേറെ ഇതുപോലെ തന്നെ ഒരു സംഭവം കൊടുത്തായിരുന്നു. അപ്പോൾ അത് ആൾക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെയാണ് ഇത് വാങ്ങി തുടങ്ങിയത്. ഇതവന് നല്ല ഇഷ്ടമാണ്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് കഴിക്കുകയുള്ളൂ, ഇടയ്ക്കിടയ്ക്കാണ് കൊടുക്കുകയുള്ളൂ. അങ്ങനെ അതൊക്കെ ഒന്ന് നിറച്ച് വെച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചെടുത്ത് ബെക്കാപ്പിക്ക് കൊടുക്കാം. കാരണം നിറച്ച് വെച്ചതല്ലേ. പെട്ടിയുടെ അനക്കം കേട്ടപ്പോൾ മുതൽ കാത്തിരിക്കണയാണ്. അങ്ങനെ നല്ല കുട്ടിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് മാത്രമേ കൊടുത്തോളൂ. ഇപ്പം ചോറുണ്ടാണ്. പത്രമുള്ളൂ. ബൈ.